മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയുടെ ദുഷ്ടമനസ്സ് വീണ്ടും പുറത്തു വരുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ പ്രതാപനെ മാർക്കോ വിളിച്ച് കണ്ണൻ നടക്കുന്നുണ്ട്, കാണണമെങ്കിൽ നേരിട്ട് വാ, ഇവിടെ കണ്ണൻ്റെ ഭാര്യയും കൂടി കൈ പിടിച്ച് നടക്കുന്നുണ്ട്, കൂടെ അനന്തും ഉണ്ടെന്നൊക്കെ പറയുമ്പം പ്രതാപന് അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ്റെ അമ്മ പ്രതാപനോട് പറയുന്നുണ്ട്, എന്തായാലും കണ്ണൻ നടക്കുന്നത് നീ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നീ ഇങ്ങോട്ട് തിരിച്ചു വരുമൊന്നും വേണ്ട. ഇല്ലമ്മേ, എനിക്ക് നീ ഇങ്ങോട്ട് തിരിച്ചു വരാനൊന്നും പറ്റില്ല, ഞാൻ എന്തായാലും ആ കടലിലേക്ക് ചാടി ചാവേണ്ട വരും, ഇല്ലെങ്കിൽ എൻ്റെ കരണമോള് എന്നെ കൊല്ലൂന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോണത്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നീ കടലിലേക്ക് ചാടുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വിളിച്ച് പറയണോട്ടോടാ, എനിക്കും അങ്ങോട്ട് വരാനാണ്. അങ്ങനെ പ്രതാപനാണെങ്കിൽ കടപ്പുറത്ത് വന്നിട്ട് ചുറ്റിനും നോക്കുമ്പം അവിടെയൊന്നും ആരെയും കാണുന്നില്ല. എന്നിട്ട് പ്രതാപൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവിടെ ഒരു മനുഷ്യജീവി പോലും ഇല്ലല്ലോ, ഇനിയിപ്പോൾ വിളിച്ചവൻ എന്നെ കളിയാക്കാൻ വിളിച്ചതായിരിക്കുമോ. എന്തായാലും കുറച്ച് സമയം ഇവിടെ നിൽക്കാമെന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രതാപൻ്റെ തോളത്ത് ഒരാൾ കൈവയ്ക്കണത്. ആ സമയം പ്രതാപൻ ഇത് ആരാന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മാർക്കോയാണ്. മാർക്കോയെ കണ്ടതും പ്രതാപനാണെങ്കിൽ ചെകുത്താൻ കുരിശ് കണ്ടതുപോലെ തന്നെ പേടിക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപ, നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, എന്താ മാർക്കോ, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, നീയാണോ വിളിച്ചതെന്ന് ചോദിക്കുമ്പം, ഞാൻ തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്, കണ്ണൻ സാറിൻ്റെ അച്ഛനെ നീ കൊന്നു, ആ സത്യം അറിഞ്ഞിട്ട് നിന്നെ ഞാനൊന്നും ചെയ്യാതിരുന്നത് ആ മഹാലക്ഷ്മിയെ വിചാരിച്ചിട്ട് മാത്രമാണ്. മഹാലക്ഷ്മിയെ പറഞ്ഞാൽ നിന്നെ ഉപദ്രവിക്കേണ്ടാന്ന്, എന്നിട്ട് നീ വീണ്ടും അവരെ ഉപദ്രവിക്കാനായിട്ട് നടക്കുമല്ലേടാന്ന് ചോദിക്കുമ്പോൾ, എന്താ മാർക്കോ മോനെ നീ പറയണ, ഞാൻ എന്ത് ഉപദ്രവം ചെയ്തു എന്നാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ, ഉപദ്രവിക്കാനിട്ടാണോടാ നീ ഇന്നലെ വേഷം മാറി അമ്പലത്തിൽ കണ്ണൻ സാറിൻ്റെ പുറകെ പോയെന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ വെറുതെ അങ്ങനെ പോയതാ മാർക്കോ മോനെ, അല്ലാതെ കണ്ണനെ ഉപദ്രവിക്കാനൊന്നും അല്ല എന്ന് പറയുമ്പം, നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, അത് പരിഹരിക്കാൻ വേണ്ടിയല്ലടാ നീ പോയേ, ഇനി മേലാൽ നീ കണ്ണൻ സാറിൻ്റെ പുറകെ നടന്നു എന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നീ ജീവനോടെ ഉണ്ടാവില്ല. എന്തായാലും കണ്ണൻ സാറിൻ്റെ അച്ഛനെ കൊന്നതിന് കിട്ടേണ്ടത് നിനക്ക് കിട്ടിയില്ലെങ്കിൽ നീ വീണ്ടും മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഈ മാർക്കോയാണെങ്കിൽ ഈ പ്രതാപനെ തല്ലുന്നുണ്ട്, ലോപ്പസും തല്ലുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, ഇനി എന്നെ ഇങ്ങനെയിട്ട് തല്ലല്ലേ മാർക്കോ, അല്ലെങ്കിൽ തന്നെ ഇന്നലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ തല്ലിൻ്റെ ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല എന്ന് പറയുമ്പം ലോപ്പസ് പറയുന്നുണ്ട്, ക്ഷീണം മാറിയില്ലെങ്കിലും ഇപ്പോഴും കണ്ണൻ സാറ് നടന്നു തുടങ്ങിയെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അത് കാണാനായിട്ടല്ലേ താൻ ഓടിയെത്തിയത്, മഹാലക്ഷ്മിയും കണ്ണൻ സാറും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് തനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലേ, എന്തായാലും ഇനി തൻ്റെ മോക്കടെ ജീവിതത്തിൽ സന്തോഷമൊന്നും ഉണ്ടാവാൻ പോണില്ല, അവൾ കമലേശ്വരത്ത് കിടന്ന് നരകിക്കും, അതിനുള്ളതെല്ലാം കണ്ണൻ സാറ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് തന്നെ മാർക്കോ എൻ്റെയും വിഷമം, എന്നെ ഇനി നിങ്ങൾ തല്ലല്ലേ, എന്തായാലും എൻ്റെ കുഞ്ഞിനെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തുമല്ലേ, പിന്നെ വീണ്ടും എന്നെ ഉപദ്രവിക്കണേ എന്തിനാ, നിങ്ങൾ എന്നെ തല്ലിയാലും കുഴപ്പമില്ല, എൻ്റെ കുഞ്ഞിനെ ഒന്ന് വെറുതെ വിടാൻ ആ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയാമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഞങ്ങളത് ഒരിക്കലും ചെയ്യില്ല, തൻ്റെ മോള് തന്നേക്കാളും ക്രൂരതയുള്ളവളാണ്, അതുകൊണ്ടാണല്ലോ മഹാലക്ഷ്മി മരിച്ചു എന്നും പറഞ്ഞ് പല പ്രാവശ്യം താനും തൻ്റെ മോളും കൂടി കേക്ക് മുറിച്ച് ആഘോഷിച്ചത്. അന്നേരം അവൾ സ്വന്തം ചേച്ചിയെ മഹാലക്ഷ്മി എന്ന് വിചാരിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ മഹാലക്ഷ്മി അവളോട് അലിവ് കാണിക്കണമെന്ന് ചോദിക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാലും മാർക്കോ മോനെ ഇനി എൻ്റെ മോളെ വെറുതെ വിടാൻ പറ, ഞാൻ ചെയ്ത തെറ്റിനെ എന്തിനാ അവളെ ശിക്ഷിക്കണേ, പിന്നെ കണ്ണൻ്റെ അച്ഛനെ കൊന്നേനാണെങ്കിൽ ഞാൻ ജയിലിലേക്ക് പോകാൻ തയ്യാറാണ്, അതിന് എൻ്റെ മോളെ വെറുതെ വിടുന്നു പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിന്നെ ജയിലിലേക്ക് വിട്ടാൽ നിൻ്റെ മോൾക്കോ നിനക്കോ സങ്കടം ഉണ്ടാവില്ല, പക്ഷേ നിൻ്റെ മോള് കിടന്ന് സങ്കടപ്പെടുന്ന കാണുമ്പോൾ നിനക്ക് ഒരിക്കലും അത് സഹിക്കാൻ പറ്റില്ല, അതിനു വേണ്ടി തന്നെയാണ് കണ്ണൻ സാർ ഇതുപോലെ ഒരു തീരുമാനം എടുത്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപൻ്റെ അമ്മേനെയാണ്. പ്രതാപൻ്റെ അമ്മ, പ്രതാപൻ എന്താ ഇതുവരെ വരാത്തതെന്നും പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുമ്പം പ്രതാപൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. കാറ് വന്നതും പ്രതാപൻ്റെ അമ്മ സന്തോഷത്തോടു കൂടി കാറിൻ്റെ അടുത്തോട്ട് ഓടി ചെല്ലുമ്പം പ്രതാപൻ നേരത്തെ വന്നതിനേക്കാളും കഷ്ടമായിട്ടാണ് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ പ്രതാപ, നിനക്ക് എന്താ പറ്റിയ, നിനക്ക് വല്ല അപകടവും പറ്റുമെന്ന് ചോദിക്കുമ്പം, ഇനി ഒന്നും പറ്റാനില്ല അമ്മേ, എന്നെ അങ്ങോട്ട് വിളിച്ചത് വേറെ ആരുമല്ല ആ മാർക്കോയായിരുന്നു, അതെന്തിനാണ് അവൻ നിന്നെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ്, നീ കണ്ണനെ കണ്ടോ, കണ്ണൻ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം, അതിനൊന്നും അല്ല അമ്മേ, എന്നെ ഇടിക്കാൻ വേണ്ടിയിട്ട് അവൻ വിളിച്ചത്, എന്നിട്ട് അവൻ നിന്നെ എന്തെങ്കിലും ചെയ്തോടാന്ന് ചോദിക്കുമ്പം, പിന്നെ ചെയ്യാണ്ടാണോ, എനിക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പോലും പറ്റണില്ല അമ്മേന്ന്. ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നിൻ്റെ സമയം നല്ലതാടാ, എന്നും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തല്ല് കിട്ടുന്നുണ്ടല്ലോ, നിനക്കത് ആവശ്യമാടാ, നീ ചെയ്ത് കൂട്ടിയതിൻ്റെയാന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ശവത്തിൽ കുത്തല്ലേ, അമ്മയും കൂടി പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടത്, ഇപ്പം എന്തിനാണ് അവൻ നിന്നെ തല്ലിയെന്ന് ചോദിക്കുമ്പം, കണ്ണൻ്റെ അച്ഛനെ കൊന്നതിനും പിന്നെ കണ്ണൻ്റെ പിന്നാലെ ഞാൻ വേഷം മാറി നടക്കണതിനും വേണ്ടിയിട്ട് അവൻ എന്നെ തല്ലിയെന്ന്. ആ സമയം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആ മാർക്കോയും കൊണ്ട് നിനക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോടാ പ്രതാപമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണയാണെങ്കിൽ ഇങ്ങനെ ജോലിയൊക്കെ എടുക്കുന്ന സമയത്ത് മഹാലക്ഷ്മി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്.
മഹാലക്ഷ്മിയെ കണ്ടതും കരുണയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് കരുണ പറയുന്നുണ്ട്, വന്നു തുടങ്ങി ഇവളെ ഞാൻ ഇല്ലാതാക്കും, എന്നാലേ എനിക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ ആലോചിക്കണേ? ഇനി എന്നെ എങ്ങനെ കൊല്ലാന്നാണ് ആലോചിക്കണേ? നീയും നിൻ്റെ അച്ഛനും അതിന് മുൻപന്തിയിലാലോ എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ആലോചിച്ചില്ല എന്ന്. അങ്ങനെ മഹാലക്ഷ്മി വന്നിട്ട്, നീ എന്താ ഇവിടുത്തെ ജോലിയൊന്നും തീർക്കാത്ത? ഇവിടെ സ്റ്റൗവും അടുക്കളയൊക്കെ ആകെ നാശമായി കിടക്കുമല്ലോ, ഇതൊക്കെ എപ്പോഴാണ് നീ ഇനി വൃത്തിയാക്കണേന്ന് ചോദിക്കുമ്പം അതെൻ്റെ ജോലി കഴിഞ്ഞില്ലല്ലോ ലക്ഷ്മി, ജോലി കഴിഞ്ഞിട്ട് ഞാൻ വൃത്തിയാക്കിക്കൊള്ളാം എന്ന് പറയുമ്പം ഇപ്പോൾ ജോലികൾ ഏകദേശം ഒതുങ്ങിയില്ലേ, ആദ്യം തന്നെ നീ ആ സ്റ്റൗവും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കുക, അതിനുശേഷം കിച്ചണൊക്കെ നല്ലോണം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിടാൻ. അങ്ങനെ ആദ്യം തന്നെ കരുണ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് ദുർഗ അങ്ങോട്ട് വരുന്നത്. ദുർഗയാണെങ്കിൽ ഈ കരുണ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് ആകെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് കരുണയോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ അതൊക്കെ അവിടെ ഇട്ടേരെ, ഞാൻ തന്നെ ചെയ്തോളാം, മോളെ എന്തിനാ ഇതൊക്കെ ചെയ്യണേന്ന് ചോദിക്കുമ്പം വേണ്ട അമ്മ, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം, അമ്മയൊന്നും ചെയ്യണ്ടെന്ന് പറയുമ്പം ദുർഗ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടി ഈ കൊച്ചിനെയും കൊണ്ട് ഈ മാതിരി കഷ്ടപ്പെടുത്തണേന്ന് ചോദിക്കുമ്പം ഇത് വലിയ കഷ്ടപ്പാടായിട്ടൊന്നും എനിക്ക് തോന്നണില്ല, അമ്മയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് അമ്മയുടെ കുഴപ്പമാണ്, എന്തായാലും അമ്മ ഈ കാര്യത്തിൽ ഇടപെടണ്ട, ഞാൻ ഇവളെയും കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ചോളാമെന്നും പറഞ്ഞ് ഈ ദുർഗയെ മഹാലക്ഷ്മി വഴക്ക് പറഞ്ഞതും ദുർഗയാണെങ്കിൽ ചാടിത്തുള്ളി അങ്ങോട്ട് പോകുന്നുണ്ട്. പോയിട്ട് ദുർഗ വേഗം തന്നെ ദുർഗയുടെ ഫോൺ എടുത്തുകൊണ്ടിട്ട് ഈ കാര്യങ്ങളെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതെല്ലാം പ്രതാപനും കരുണയുടെ മുത്തശ്ശിക്ക് വിട്ടു കൊടുക്കണം, ഇത് കണ്ടു കഴിയുമ്പം അവരെന്തായാലും അടങ്ങിയിരിക്കുമെന്ന് തോന്നണില്ല, ഉടനെ തന്നെ കണ്ണനെയും മഹാലക്ഷ്മിനെയും ഇല്ലാണ്ടാക്കാനുള്ള വഴി അവർ നോക്കിക്കോളും, അതോടുകൂടി ഈ ശല്യം ഒഴിവായി കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ കരുണയാണെങ്കിൽ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തതും മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി ഒരു പണി ചെയ്യുക, നീ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കുന്ന. അങ്ങനെ കരുണ അടുക്കളയൊക്കെ അടിച്ച് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ ദുർഗയാണെങ്കിൽ ഈ ഒരു വീഡിയോ പ്രതാപൻ്റെ അമ്മയുടെയും ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ടതും പ്രതാപൻ്റെ അമ്മ വീഡിയോയുമായിട്ട് പ്രതാപൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പ്രതാപനെ കാണിച്ചു കൊടുക്കുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എൻ്റെ ഫോണിലേക്കും വന്നമ്മേ, ഞാൻ കണ്ടിരുന്നു, എന്ത് ചെയ്യാനാ, നമ്മളുടെ മോളുടെ കഷ്ടകാലമാണെന്നാണ് തോന്നണേന്ന് പറയുമ്പം ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല പ്രതാപ, നമ്മളുടെ കുഞ്ഞ് അവിടെ കിടന്ന് കഷ്ടപ്പെടുക, അവൾ കഷ്ടപ്പെടുത്തു അവിടെ ഇട്ടെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യാനാ അമ്മേ, ഇപ്പം തന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും തിരിച്ചടി കിട്ടുന്നത് നമുക്ക് തന്നെയാണ്, നമുക്ക് ചുറ്റും അവളുടെ ആൾക്കാരാണ് ഉള്ളത്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമില്ലടാ, എത്രയും പെട്ടെന്ന് ആ കണ്ണനെയും മഹാലക്ഷ്മിയെയും ഇല്ലാതാക്കണം എന്ന് പറയുമ്പം നമ്മളുടെ മോഹിനിയാണെങ്കിൽ അത് കേട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് മോഹിനി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കും മകനും മറ്റുള്ളവരെ കൊല്ലണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ, ഇതിനു മുമ്പ് കണ്ണൻ്റെ അച്ഛനെ കൊന്നു, കണ്ണനെ വീൽ ചെയറിലാക്കി, എന്നിട്ടിപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തല്ലേ കരുണ അനുഭവിച്ചുകൊണ്ടിരിക്കണേ, അത് പോരാഞ്ഞിട്ടാണോ ഇനിയും ആരെങ്കിലുമൊക്കെ കൊല്ലാൻ തീരുമാനിക്കണേന്ന് ചോദിക്കുമ്പോൾ പ്രതാപൻ്റെ അമ്മ മോഹിനിയോട് പറയുന്നുണ്ട്, അതെന്താടി മോഹിനി, നിൻ്റെ മോള് തന്നെയല്ലേ കരുണ, അവളവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് നീ അറിയണല്ലേ എന്ന് ചോദിക്കുമ്പം വീട്ടുജോലി അത്ര കഷ്ടപ്പാടാണോ അമ്മ, അങ്ങനെയാണെങ്കിൽ ഞാനും ഇവിടെ കിടന്ന് കഷ്ടപ്പെടാല്ലേ, അതുമാത്രമല്ല ലക്ഷ്മി മോള് ഓർമ്മ വച്ച കാലം മുതൽ അടുക്കളയിൽ കയറി എല്ലാ പണിയും ചെയ്യാറുണ്ടായിരുന്നല്ലോ, കരുണയുടെ ഇഷ്ടത്തിനെല്ലാം ഉണ്ടാക്കി കൊടുക്കണതെല്ലാം ലക്ഷ്മി മോളല്ലായിരുന്നോ, അപ്പോൾ അതൊരു കഷ്ടപ്പാടായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ, പിന്നെ എന്താ കരുണ പണിയെടുക്കുമ്പോൾ മാത്രം കഷ്ടപ്പാടായിട്ട് തോന്നണേന്ന്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതെങ്ങനെയാണ്, നിനക്ക് നിൻ്റെ മൂത്ത മോളോടല്ലേ സ്നേഹമുള്ളൂ, അല്ലാതെ ഞങ്ങളുടെ കുഞ്ഞിനോട് നീ ഒരിക്കലെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അതിന് എനിക്ക് സ്നേഹിക്കാനുള്ള അവസരം നിങ്ങൾ തന്നിട്ടുണ്ടോ, നിങ്ങളെപ്പോഴും എൻ്റെ മോളെ എന്നിൽ നിന്നും അകറ്റി നിർത്തിയിട്ടല്ലേ ഉള്ളൂ, നിങ്ങൾ അവളെ ഇങ്ങനെ വഷളാക്കി കളഞ്ഞത്, ഇനിയിപ്പോൾ എന്തായാലും മഹാലക്ഷ്മിയും കണ്ണനും കൂടി അവളെ നല്ല സ്വഭാവം ആക്കിക്കോളുന്നു. ആ സമയത്ത് ഈ പ്രതാപനാണെങ്കിൽ മോഹിനിയോട് പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ മോളുടെ സമയം ഇപ്പോൾ മോശമായിപ്പോയി, എന്തായാലും നീ നിൻ്റെ മോളും ഒരുപാട് അങ്ങ് സന്തോഷിക്കുകയൊന്നും വേണ്ട, ഇതിന് തിരിച്ചടി അധികം വൈകാതെ തന്നെ കിട്ടുമെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, ലക്ഷ്മി മോളെ നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തിരിച്ചടി കിട്ടുന്നത് നിങ്ങൾക്ക് തന്നെയല്ലേ, എന്തായാലും ഇന്നലെ കണ്ണൻ്റെ പിന്നാലെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കിട്ടി, ശരിക്കും ഇന്നിപ്പോൾ മാർക്കോയുടെ ഇന്നും കിട്ടിയില്ലേ, ഇനിയും കണ്ണനെ മഹാലക്ഷ്മിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഇത് തന്നെയായിരിക്കും പ്രതാപേട്ടൻ്റെ അനുഭവം, അത് ഓർമ്മയിൽ വെച്ചോ എന്ന് പറഞ്ഞ് മോഹിനി അങ്ങോട്ട് പോകുന്നുണ്ട്. മോഹിനി പോയി കഴിഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ എടുത്ത് നോക്കുമ്പം ദുർഗയാന്ന് കണ്ടിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എടാ പ്രതാപ ദുർഗയെ വിളിക്കണേന്ന്. അമ്മ ഫോൺ എടുക്കുന്നു പറഞ്ഞതും ഈ പ്രതാപൻ്റെ അമ്മ ഫോൺ എടുക്കുന്നുണ്ട്. അന്നേരം ദുർഗ ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി ഫോണിൽ വീഡിയോ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ ദുർഗ, എന്നിട്ട് എന്താ മുത്തശ്ശി വിളിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇപ്പോൾ എന്ത് പറയാനാന്ന് ചോദിക്കുന്ന സമയത്ത് ദുർഗ പറയുന്നുണ്ട്, കരുണ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ കണ്ടിട്ട് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ആ കണ്ണനും മഹാലക്ഷ്മിയും തീരുമാനിച്ച് ഉറപ്പിച്ചേക്കോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഈ കരുണ ഇതിനു മുമ്പൊന്നും മഹാലക്ഷ്മി പറയണതൊന്നും അനുസരിക്കാറില്ലായിരുന്നു, അതുപോലെ തന്നെ മഹാലക്ഷ്മിയും കണ്ണനും എന്ത് പറഞ്ഞാലും കരുണ അതിനെ എതിർത്ത് സംസാരിക്കണതാ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവരെന്ത് പറഞ്ഞാലും കരുണ അതെല്ലാം മിണ്ടാണ്ട് അനുസരിക്കുന്നുണ്ട്, അതെന്തുകൊണ്ടാണ് മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം
പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ എന്ത് പറയണമെന്ന് ആകെ കൺഫ്യൂഷനിലാവുന്നുണ്ട്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, ഹലോ മുത്തശ്ശി കേൾക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് കാരണം അവരെ ഇങ്ങനെ അനുസരിക്കണേ, അതിനെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കാരണമൊന്നും ഉണ്ടാവില്ല ദുർഗ, എന്തായാലും ഇപ്പോൾ ഉണ്ണിക്ക് ജോലിയൊന്നുമില്ലല്ലോ, ഇപ്പോൾ അവൾ ജീവിക്കുന്നത് കണ്ണൻ്റെയൊക്കെ ചിലവിലല്ലേ, അതുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും പറയണത് അനുസരിക്കണതായിരിക്കും എന്ന് പറയുമ്പം അങ്ങനെയൊന്നും അല്ല, ഇതിനു മുമ്പ് മഹാലക്ഷ്മി എന്തെങ്കിലും പറയുമ്പോൾ ഇവിടുന്ന് പോയാലും എന്നെ നോക്കാൻ എൻ്റെ അച്ഛനും മുത്തശ്ശി ഉണ്ടെന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് കരുണ. ഇപ്പോൾ പക്ഷേ അങ്ങനെ ഒന്നും പറയണില്ല, മഹാലക്ഷ്മി എന്ത് ജോലി പറഞ്ഞാലും അതൊക്കെ അനുസരണയോടുകൂടി ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, ചിലപ്പോൾ കരുണമോൾക്ക് തോന്നിക്കാണും ജോലികളൊക്കെ ചെയ്ത് പഠിക്കാമെന്ന്, എന്തായാലും ഇനിയിപ്പോൾ അവർ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചാലും ഉണ്ണിക്കുള്ള ഭക്ഷണമൊക്കെ കരുണമോൾ തന്നെ റെഡിയാക്കി കൊടുക്കണ്ടേ, അന്നേരം ദുർഗയൊന്നും ഉണ്ടാവില്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അതുകൊണ്ടായിരിക്കും കരുണമോൾ ജോലിയൊക്കെ ചെയ്യണേ, അല്ലാതെ വേറെ കാരണമൊന്നുമില്ല എന്ന് പറയുമ്പം എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റണില്ല, എന്തോ ഒരു രഹസ്യം നമ്മളറിയാത്തതുണ്ട്, അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ കണ്ടുപിടിക്കും. ഉണ്ണിക്കും ആ ഒരു സംശയം തന്നെയുണ്ട്. എന്തായാലും കരുണ പഴയ കരുണയേ അല്ല, ആ പ്രതാപന് അസുഖം വന്നതിന് ശേഷം കരുണയുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട്. അന്നേരം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല ദുർഗ, എന്തായാലും മോളവിടെ കിടന്ന് പണിയെടുക്കണതിൽ എനിക്ക് വിഷമമൊക്കെ ഉണ്ട്, പക്ഷേ മോളുടെ ഇഷ്ടത്തിനല്ലേ ജോലി എടുക്കണേ, അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ അമ്മ ഫോൺ വയ്ക്കുന്നുണ്ട്. അവർ ഫോൺ വെച്ചതും ദുർഗയാണെങ്കിൽ ഫോണും കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇവർക്കും നല്ല മാറ്റം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കരുണേനെ മഹാലക്ഷ്മി എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അവർ അമ്മയും മോനും കൂടി ചാടിത്തുള്ളിയും കൂടി വരേണ്ടതാ, ഇതിപ്പോൾ അങ്ങനത്തെ ലക്ഷണമൊന്നും കാണുന്നില്ല, കാരണം ജോലി എടുക്കണേന് അനുകൂലിച്ച് അവർ സംസാരിക്കണം, ഇതിൻ്റെ പിന്നിൽ തക്കതായി എന്തോ ഒരു രഹസ്യമുണ്ട്, അത് മഹാലക്ഷ്മിക്കും കണ്ണനും അറിയാം, പക്ഷേ ഉണ്ണിക്കും എനിക്കും അറിയില്ലാത്തുള്ളൂ, അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ദുർഗ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണ അടുക്കള തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാലക്ഷ്മി വന്നിട്ട്, ഇങ്ങനെയാണോടി കരുണ നീ പണിയെടുക്കണേ, നല്ലോണം തുടച്ച് വൃത്തിയാക്കുമെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പോയി കഴിഞ്ഞതും കരുണ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ അച്ഛൻ കാരണമാണല്ലോ എനിക്കിപ്പോൾ ഈ അവസ്ഥ വന്നത്, എന്തായാലും ഞാനിവളെ വെറുതെ വിടാനൊന്നും പോണില്ല, ഇന്നത്തോടുകൂടി ഇവളുടെ ഭരണം ഞാൻ നിർത്തും, ഇന്ന് ഞാൻ ഗ്യാസ് തുറന്നിടും, പിന്നീട് ഇവൾ വന്ന് ഗ്യാസ് കത്തിക്കുമ്പോൾ അതോടുകൂടി ഇവളുടെ കഥ കഴിയും, നിന്നെ ഞാൻ കത്തിച്ചില്ലാണ്ടാക്കൂടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ക്രൂരഭാവത്തോടുകൂടി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും കരുണ എന്ത് ചെയ്താലും അത് തിരിച്ച് കരുണയ്ക്ക് എന്നെ പണിയാവുന്നുള്ള കാര്യമൊന്നും കരുണ ഓർക്കണില്ല. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.